മയ്യിത്ത് കൊണ്ടുപോകുമ്പോൾ ചെല്ലുന്ന ദിക്റും ആ ദിക്റിനെ കുറിച്ച് പരിഹസിച്ചുകൊണ്ട് ഇയാൾ പറയാ രുദ്രവാക്യം പറയാ കേട്ടോളൂ നിങ്ങൾ. പക്ഷെ ആ ദിക്റുകൾ തന്നെ ഏത് രൂപത്തിലാണല്ലോ ചെല്ലുന്നത്? നമ്മുടെ നാട്ടിലെ ദിക്റിന്റെ ശൈലി എന്താന്ന് പറഞ്ഞാല് സത്യത്തില് കേൾക്കുന്നവർക്ക് അത് ഒരു എന്തോ ഒരു മുദ്രാവാക്യത്തിന്റെ വിളി പോലെയാണ് തോന്നുന്നത്. നിങ്ങൾ ആലോചിച്ചേക്ക്, ലാ ഇലാഹ ഇല്ലല്ലാ, ലാ ഇലാഹ ഇല്ലല്ലാ, ലാ ഇലാഹ ഇല്ലല്ലാ, ലാ ഇലാഹ ഇല്ലല്ലാ. എന്ത് തോന്നുന്നു നിങ്ങൾക്ക്? എന്ത് നിങ്ങൾക്ക് ഈ കേരളത്തിൽ എവിടെയെങ്കിലും ലോകത്തെവിടെയെങ്കിലും ഇതെന്താ ധർമ്മ നടത്താൻ പോവാ? മയ്യിത്ത് കൊണ്ടുപോകുമ്പോൾ അച്ചടക്കത്തോട് അടക്കത്തോടുകൂടെ ലാ ഇലാഹ ഇല്ലല്ലാഹു ലാ ഇലാഹ ഇല്ലല്ലാഹ് ഇങ്ങനെ ഭക്തിയിലല്ലേ ചെല്ലാറുള്ളത്, ഇങ്ങനെയല്ലേ കൊണ്ടുപോകാറുള്ളത്. പക്ഷെ ആ ദിക്റിനെ നന്നായി പരിഹസിക്കുന്നു. കൊണ്ടോ നിങ്ങള് ജമാഅത്ത് ഇതിന് മാത്രമല്ല, മരിച്ചതിന് ശേഷം മഹാന്മാരാകുന്ന ആളുകൾക്കും അല്ലാത്ത ആളുകൾക്കും അവരുടെ പരലോകത്ത് നേട്ടം കിട്ടുന്നതിന് വേണ്ടി, ഒരുപക്ഷെ അതാബില്ലാതെയാക്കാൻ വേണ്ടി, അല്ലകൾ പറഞ്ഞു ഉയർത്താൻ വേണ്ടി സ്വതക്കാ കൊടുക്കാറുണ്ട്. നമ്മൾ ഹബീബായ തങ്ങളോട് ഒന്ന് സ്വഹാബ് ചോദിച്ചില്ലേ, എന്റെ ഇന്ന് മരിച്ചുപോയി ഒരുതങ്ങളെ, മരിച്ചപ്പോൾ ഞാൻ നാട്ടിലില്ല, മരിച്ച നാട്ടു വേണ്ടി ഞാൻ തന്നെ ചെയ്താൽ ഉപകാരം കിട്ടുമോ? മുസ്ലിം ഉദ്ധരിക്കുന്ന ഹദീസല്ലേ, നബി തങ്ങൾ പറഞ്ഞു ചെയ്തേ, തീർച്ചയായും ലഭിക്കും. നിന്റെ ഉമ്മാക്ക് വേണ്ടി നീ ഒരു കിണർ കുഴിച്ചോ. അങ്ങനെ കിണർ കുഴിച്ച ശേഷം സൗദികളെന്നായി താനാജ് പറയുന്നത് എന്താണ്? ഇത് സൗദിന്റെ ഉമ്മാക്കുള്ളതാണ്. മരിച്ചതിന് ശേഷമുള്ള സൽക്കാരമല്ല, മരിച്ചതിന് ശേഷം ആ മരിച്ച ഉമ്മയുടെ ഖബറിലേക്ക് നേട്ടം കിട്ടുന്നതിന് വേണ്ടി വെള്ളം സദഖ കൊടുക്കുന്നു. നബി തങ്ങളുടെ പ്രിയപ്പെട്ടവർ ഖദീജ വഫാത്തായ ശേഷം ആ ഖദീജ ബീവിക്ക് വേണ്ടി ആടിനെ അറുത്തു കൊടുക്കുന്നു. എന്നിട്ട് ഇതിനെ തബ്ലീഗുകാർ കളിയാക്കുന്ന നേരങ്ങളിൽ മരിച്ചതിനൊരു സൽക്കാരം, ജനിച്ചതിനൊരു സൽക്കാരം, അങ്ങനെ സൽക്കാരൊന്നും ഇസ്ലാമിലില്ല. ഈ പദപ്രയോഗം പറഞ്ഞ് പരിഹസിച്ചുകൊണ്ടില്ലാതെയാക്കുക. കേട്ടോളുവാണെങ്കിൽ കാരണം ഖബറടക്കി കഴിഞ്ഞാൽ പിന്നെ നമ്മുടെയൊക്കെ നാട്ടിലൊരു പ്രത്യേകതയുണ്ട്. മൂന്നാമത്തെ ദിവസം ഉണ്ടാവും, മൂന്നാമത്തെ ദിവസം ദ്വാരക്കലാണ്. അങ്ങനെ മയ്യിത്ത് കഴിഞ്ഞാൽ നമുക്ക് ദ്വാരക്കൽ മാത്രമല്ല, ചാപ്പാടില്ലാത്ത ദ്വാരക്കലില്ല അല്ലേ? സത്യത്തില് ഒരു ജനിച്ച വീട്ടിൽ ജനനത്തിന്റെ പേരിലോ മരിച്ച വീട്ടിൽ മരണത്തിന്റെ പേരിലോ ഇസ്ലാമിൽ ഒരു സൽക്കാരം ഇല്ല. നമ്മൾ ആദ്യം മനസ്സിലാക്കുക, ഒരാളുടെ മരണത്തിന്റെ പേരിൽ സൽക്കാരം ഉണ്ടാക്കി കൊടുക്കുക എന്നുള്ള ഇസ്ലാമിലില്ല. അതൊക്കെ നമ്മൾ ഉണ്ടാക്കിയതാണ്. രണ്ടുമുണ്ട്, ഇയാൾക്കറിയാത്തതുണ്ട്. ജനിച്ചതിന്റെ പേരിലും സൽക്കാരമുണ്ട്, മരിച്ചതിന്റെ പേരിലുണ്ട്. സൽക്കാരം എന്ന പേര് നീ അങ്ങ് മാറ്റി വെച്ചോളൂ. ആളുകളെ വിളിച്ചുകൊണ്ട് ഭക്ഷണവും വെള്ളവും കൊടുക്കലുണ്ട്. ഒരു കുഞ്ഞ് ജനിക്കുമ്പോൾ ആ കുഞ്ഞ് ജനിച്ചതിന്റെ പേര് നല്ല നേരി മാറിയാക്കി കറക്കുന്നത് അല്ലേ? എന്നാ ഗർഭത്തിൽ അടുത്തുകൂടെ നിനക്ക് എന്തിനാ ജനിക്കാൻ കാത്തു നിൽക്കുന്നത്? ഓ, ഇത്രയും ബുദ്ധിത്വത്തിൽ പെട്ടുപോയോ? അതെ, അല്ലാഹുത്താല തന്നെ തലച്ചോറ് കൊണ്ട് ചിന്തിച്ച് തെളിവിഞ്ചമായത്ര നേതാക്കന്മാരെ, ഒരു മനുഷ്യൻ ജനിച്ചു പോയാൽ ആ ജനിച്ചവന് പടച്ച തമ്പുരാനെ ശുക്രി എന്ന രീതിയിൽ അറുത്തു കൊടുത്തോ. അത് മുറ്റനടിയുടെ സുന്നത്താണ്. പക്ഷെ ഇവന്മാർ കോർത്തുപോയ ക്രമേണ അക്കീക്ക പോയി പോവും. ജനിച്ചത് വരെ അവൻ അറുത്തെടുക്കാൻ പാടില്ല. അല്ലാഹുവിന്റെ ഹബീബ് ശരിക്കുന്നതാ ആട്ടിനടുക്കുകയാണ്. വൃദ്ധമാതവേശാത്ത സുമ്മയൊക്കെ തോകായില്ല. ആട്ടിനടുത്തതിന് ശേഷം അതിന് പീസ് പീസായി മുറിക്കുന്നു. സുമ്മയുടേക്ക് ഖദീജ, പിന്നെ ഖദീജ ബീവിയുടെ കൂട്ടുകാരികൾക്ക് നൽകുകൊണ്ട് മാനപ്പെട്ട റസൂലുള്ളാഹി തങ്ങളതാ അത് കൊടുത്തുവിടുന്നു. എന്നാൽ തബ്ലീഗ് ജമാഅത്തിന്റെ നേതാക്കന്മാർ പറയുന്നത് അതൊരു